ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. നേരത്തെ ഈ ആഴ്ച തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ച് അടുത്തയാഴ്ച ജൂൺ 27 റിലീസ് മാറ്റിവെക്കപ്പെട്ട സിനിമയാണല്ലോ സുരേഷ് ഗോപി നായകനായി എത്തുന്ന JSK. സിനിമയുടെ ആദ്യ ഒഫീഷ്യൽ പരിപാടി ഇന്നലെ നടന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചാണ് നടന്നിരിക്കുന്നത്. സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള സിനിമയുടെ അണിയറ പ്രവർത്തകർ JSK സിനിമയുടെ ആദ്യ പ്രൊമോഷൻ പരിപാടിയിൽ സന്നിഹിതരായി. അതേസമയം ചിത്രത്തിൽ വില്ലൻ വേഷത്തെയാണ് സുരേഷ് ഗോപി അവതരിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ജൂൺ 27 JSK തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അതായത് അടുത്ത ആഴ്ച. ഇപ്പോഴത്തെ JSK ഒറ്റയ്ക്കല്ല തിയേറ്ററുകളിലേക്ക് എത്തുക, മറിച്ച് കണ്ണപ്പ എന്ന സിനിമയോടൊപ്പം ക്ലാഷ് റിലീസായിട്ടാണ് എത്തുക എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ലാലേട്ടനും കൂടി അഭിനയിക്കുന്ന തെലുഗു പാനന്തൻ സിനിമയാണ് കണ്ണപ്പ. ചിത്രത്തിന്റെ കേരള വിതരണം ആശീർവാദ് സിനിമാസ് ആണ്. അപ്പോൾ നമ്മുടെ കേരള ബോക്സ് ഓഫീസിലടക്കം JSK vs കണ്ണപ്പ ക്ലാഷ് പോരാട്ടം തിയേറ്ററുകളിൽ കാണുവാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ലാലേട്ടനെ നായകനാക്കി അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന ഇനിയും പേരിട്ടിട്ടില്ലാത്ത ഒഫീഷ്യൽ പ്രഖ്യാപനം വരാത്ത സിനിമയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. അത് പ്രകാരം 150-ൽ പരം ദിവസങ്ങൾ ഷൂട്ട് നടക്കുന്ന സിനിമയാണ് അമൽ നീരദ് സിനിമ എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവല്ലോ. ലാലേട്ടൻ നായകനായി എത്തുന്ന സിനിമയിൽ സൗബിൻ കൂടി ഒരു പ്രധാനപ്പെട്ട റോളിലെത്തുന്നുണ്ട്. ഇപ്പോഴത്തെ സൗബിന് സിനിമയിൽ 30 ദിവസത്തെ ഷൂട്ട് ഉണ്ടാകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇത്തവണ ഈ അമൽ നീരദ് സിനിമ കേരളത്തിൽ മാത്രമായിരിക്കില്ല ചിത്രീകരിക്കുക, കേരളത്തിന് പുറത്തും സിനിമയ്ക്ക് ഷൂട്ടിംഗ് ഉണ്ടാകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ സിനിമയിൽ ഫഹദ് ഉണ്ടായിരുന്നുവല്ലോ. എന്നാൽ ഫഹദ് അദ്ദേഹത്തിന്റെ ഡേറ്റ് ഇഷ്യൂസ് കാരണം സിനിമയിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഫഹദിന് പകരം സിനിമയിൽ ആസിഫ് അലി വന്നേക്കുമെന്നൊരു റൂമർ കൂടി ഇതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ശക്തമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ലാലേട്ടൻ ആസിഫ് അലി കോംബോ ആദ്യമായിട്ട് ഒരു സിനിമയിൽ കാണാൻ കഴിയുക ഈ സിനിമയിലായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ റെഡ് വൈൻ എന്ന സിനിമയിൽ ഇരുവരും അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും കോംബോ സീൻസ് കട്ട് ചെയ്ത് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും കാത്തിരിക്കാം അമൽ നീരദ് സിനിമയുടെ കൂടുതൽ വാർത്തകൾക്ക്.